നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ചോദ്യം ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴാണ് യുവജന സംഘടനകളുടെ പ്രതിഷേധം നടന്നത്. അതായത് ഈ പരിശോധനകൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ രാഹുലിനെ കാത്തിരുന്നത് പ്രതിഷേധക്കാരായിരുന്നു. ഒരു തലനാരിഴയ്ക്ക് പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും പോലീസ് വലിച്ചെടുത്തു. രാഹുലിനെ അകത്തേക്ക് കയറ്റി പിന്നീട് മറ്റൊരു വഴിയിലൂടെയാണ് രാഹുലിനെ ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം, കൂകിവിളി ഒക്കെ ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സമരക്കാരുടെ കയ്യിൽ നിന്ന് രാഹുലിനെ വലിച്ചെടുക്കുകയായിരുന്നു പോലീസ്. അവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഒരു കയ്യേറ്റം എന്ന രീതിയിലേക്ക് ആ ഒരു പ്രതിഷേധം വഴിമാറുമായിരുന്നു. സമയോചിതമായ ഇടപെടലിലൂടെ രാഹുലിനെ ആ ഒരു പ്രതിഷേധക്കാർ കൈവയ്ക്കുന്നതിൽ നിന്നും പോലീസ് രക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് എടുത്തത് എന്ന ഒരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ മൂന്നാമത്തെ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശത്തോടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആണ് പിണറായി വിജയൻ ആണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഒരു നിർദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ അറസ്റ്റ് ചെയ്യുക എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇനി നമ്മൾ കുറച്ചൊന്ന് പിന്നിലേക്ക് പോവുകയാണ്. അതായത് എടോ വിജയ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ വിളിച്ചത് അത് രാഷ്ട്രീയ ചരിത്രത്തിൽ മറക്കാനാകാത്ത ഒരു ഏട് തന്നെയാണ്. അതായത് എത്ര ഒരു രാഷ്ട്രീയമുണ്ട്, ഓക്കെ, അപ്പം സമ്മതിക്കാം, രാഷ്ട്രീയമായിട്ടുള്ള വാക്പോരുകൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും. എങ്കിലും രാഷ്ട്രീയ തലത്തിൽ ഒരു പരസ്പര ബഹുമാനം അത് പലരും പല രീതിയിൽ കാത്തു സൂക്ഷിക്കാറുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് വിശേഷിപ്പിച്ചത് അതൊരിക്കലും തീരാ മുറിവായിട്ട് അല്ലെങ്കിൽ ഉണങ്ങാ മുറിവായിട്ട് പലരുടെയും, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഉള്ളിൽ അതൊരു തീരാ മുറിവായിട്ട്, ഉണങ്ങാ മുറിവായിട്ടുണ്ട്. എടോ വിജയ, കേസിനു മേലെ കേസും കോടാലിയുമായി നിന്നിട്ടും പിണറായിക്ക് നേരെ ചീറി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കേരളം ഒരിക്കൽ കണ്ടതാണ്. കഴിഞ്ഞ കുറേ ദിവസമായി പിണറായിക്ക് നേരെ അതിശക്തമായി ഉയർന്നു കേൾക്കുന്ന ശബ്ദം രാഹുലിൻ്റെതായിരുന്നു. നമുക്കറിയാം, പല പല വിഷയങ്ങൾ, ഈ കേസൊക്കെ ഉണ്ടായിട്ട് പോലും പല പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. എടോ വിജയ എന്നുള്ള വിളി അത് തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു കാര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് വി ശിവൻകുട്ടി അടക്കം വിമർശിക്കുകയും ഒരു പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ എന്നാണ് രാഹുൽ വിളിച്ചതെന്നും അത് അഹങ്കാരത്തിന് കയ്യും കാലും വച്ചത് കൊണ്ടാണെന്നും അടക്കമുള്ള വിമർശനം ശിവൻകുട്ടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കമൻറ്റുകൾ നിറയുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് വന്നതോടെ പല സഹാക്കന്മാരും കമൻറ്റുകളിൽ ചോദിക്കുന്നുണ്ട്, ഇനി ഒന്ന് ഉറക്കെ വിളിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ എടോ വിജയ ഇനി ഒന്ന് ഉറക്കെ വിളിക്കുക എന്നതടക്കമുള്ള വെല്ലുവിളികളൊക്കെ കമൻറ്റുകളിൽ നിറയുന്നുണ്ട്. ഇനി നിനക്ക് എടോ വിജയ എന്ന് നിനക്ക് ഒരിക്കൽ കൂടി ഒന്ന് നീട്ടി വിളിക്കാൻ സാധിക്കുമോ എന്നതടക്കമുള്ള വെല്ലുവിളികളൊക്കെ കമൻറ്റ് ബോക്സുകളിൽ നിറയുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരാതിക്കാരി അയച്ച വൈകാരികമായ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടതോടെയാണ് DGPക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. രാഹുൽ പുറത്തു നിൽക്കുന്നത് തൻ്റെ കുടുംബത്തിന് ഭീഷണിയാണെന്നും അറസ്റ്റ് വൈകുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്നും സന്ദേശത്തിൽ പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. വിദേശത്ത് നിന്നെത്തിയ ശേഷം 164 മൊഴി രേഖപ്പെടുത്തിയാൽ മതി അറസ്റ്റ് എന്ന പോലീസിന്റെ മുൻ തീരുമാനം ഇതോടെ മാറി. മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ വാക്കിലൂടെ മാറി മറിയുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ DGP ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അറസ്റ്റ് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. പിന്നെ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെയായിരുന്നു രാഹുലിനെ അർദ്ധരാത്രി തന്നെ അറസ്റ്റ് ചെയ്തത്. അതീവ രഹസ്യ നീക്കം, അറസ്റ്റ് വിവരം ചോരാതിരിക്കാൻ അതീവ രഹസ്യമായിട്ട് നീക്കങ്ങൾ, ചുവടുവയ്പ്പുകൾ, ചരടുവലികളൊക്കെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. രാഹുലിനെതിരായ ബലാത്സംഗ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ AG പൂങ്കുഴലിന്റെ നേതൃത്വത്തിൽ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി നടത്തിയ മിന്നൽ ഓപ്പറേഷനായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന അറസ്റ്റ്. രാഹുലിനെതിരായ ബലാത്സംഗ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ടീമിലെ അംഗങ്ങളെ പോലും ഒഴിവാക്കി AIG നേരിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു. എന്തായാലും അത് പരാജയപ്പെട്ടില്ല, അറസ്റ്റിലേക്ക് നയിക്കപ്പെട്ടു. എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. കഴിഞ്ഞ കേസുകളിൽ മുൻകാല അനുഭവങ്ങളൊക്കെ അത് തെളിയിക്കുന്നതാണ്.
അതേസമയം രാഹുലിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് രാഹുലിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ ഒരു BJP നേതാവിന്റെ കാലിന് പരിക്കേറ്റു. ആ വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. ശക്തമായ പ്രശ്നം യുവമോർച്ച നടത്തുന്നതായിരിക്കും. ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന രഹസ്യം പുറത്തറിഞ്ഞപ്പോഴത്തേന് BJPക്ക് പറയാനുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. യുവ നേതാക്കൾ ആരൊക്കെയുണ്ട്. BJPയുടെ സംസ്ഥാന ജനറൽ പ്രസിഡന്റ് അനൂപ് ആന്റണി ഉൾപ്പെടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് മരുപ്രസാദ് ഉൾപ്പെടെ നിരവധി നേതാക്കളെ കേരളത്തിൽ ഞങ്ങൾ കാണിച്ച അഴിമതിയില്ലാത്ത യുവമോർച്ച പ്രവർത്തകർ നോക്കിക്കൊണ്ട് നടത്തിയ പോലീസിന്റെ നടന്നായതാണ് ഇത്. ഷാഫി പറമ്പിലിനെയും ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഒത്തുകളിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെയായിട്ട് MLA സ്ഥാനം രാജിവെക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാര് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് അവസരത്തിൽ അതേസമയം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ DYFI യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ചോദ്യം ചെയ്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴായിരുന്നു യുവജന സംഘടനകളുടെ പ്രതിഷേധം അരങ്ങേറിയത്. പോലീസ് വാഹനം വളഞ്ഞ പ്രതിഷേധക്കാർ രാഹുലിനെ കൂകി വിളിച്ചു. മുദ്രാവാക്യ വിളികളോടെയായിരുന്നു യുവജന സംഘടനാ പ്രവർത്തകരുടെ പ്രതിഷേധം. ഒന്നും രണ്ടുമല്ല, മൂന്നാമത്തെ കേസാണ്. എന്തിനാണ് ഇങ്ങനെ ഒരാളെ വെച്ച് പൊറപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കനത്ത പ്രതിഷേധത്തെ തുടർന്ന് വൻ പോലീസ് ബന്ദോബസ്തിലാണ് രാഹുലിനെ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയത്. പോലീസും പ്രതിഷേധക്കാരുമായി ഉന്തും തള്ളുമുണ്ടായി. അതേസമയം മൂന്നാം പെൺവേട്ട പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായതിനു പിന്നാലെ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ രംഗത്തെത്തി. രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസുകാരെ നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളുമില്ലേ എന്നായിരുന്നു പ്രശാന്ത് ശിവന്റെ ചോദ്യം. പ്രശാന്തിന്റെ കുറിപ്പ് ഇങ്ങനെ: കേരളം കണ്ട കൊടും ക്രിമിനലുകളിൽ ഒരാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് തെളിയിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രണയം നടിക്കുക, വിവാഹ വാഗ്ദാനം കൊടുക്കുക, കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുക, ബലാത്സംഗം ചെയ്ത് ഗർഭമുണ്ടാക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്യുക, കൊല്ലുമെന്നും മറ്റും ഭീഷണിപ്പെടുത്തുക, ഇത് ഈ ക്രിമിനലിന്റെ ഒരു സ്ഥിരം മോഡസ് ഓപ്പറൻഡി ആണ് എന്നാണ് വിദേശ മലയാളിയായ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടിയ പരാതിയോടെ വ്യക്തമാകുന്നത്. ഇതോടെ പുറത്തു വന്ന കേസുകളുടെ എണ്ണം 3 ആയി. 3 കേസുകൾ ഇതിനകം പുറത്തു വന്ന സ്ഥിതിക്ക് എത്ര കേസുകൾ ഇനിയും പുറത്തു വരാനുണ്ടാകണം? എത്ര കേസുകൾ ഇയാൾ ഇതിനകം ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തും ഒതുക്കിയിട്ടുണ്ടാവും? മാങ്കൂട്ടം വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം. ഈ വിഷമനുഷ്യൻ പിഴപ്പിച്ച മനുഷ്യജന്മങ്ങൾ ഇനിയും ഏറെ ഉണ്ടാകും ഈ കേരളത്തിൽ എന്നത് ഉറപ്പാണ്. അവരെ കണ്ടെത്തണം, അവർക്ക് നീതി ലഭ്യമാക്കണം. അത് ഈ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്നലെ പാലക്കാട് നിന്നായിരുന്നു മാങ്കൂട്ടത്തിലെ അറസ്റ്റ്. നൂറണി ഗ്രാമത്തിൽ കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെയും കൗൺസിലർമാരെയും കൂടെ ജനങ്ങളെ കണ്ട് ചിരിച്ച് ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് തിരിച്ച് നഗരത്തിലെത്തി ഹോട്ടലിൽ വിശ്രമിക്കുമ്പോഴാണ് പോലീസ് വന്ന് കഥയിൽ മുട്ടിയത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് കോൺഗ്രസ് പലവട്ടം ആവർത്തിച്ച് അവകാശപ്പെട്ട ആളെയാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധിയും ചേർന്ന് നൂറണി ഗ്രാമത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ട് നടന്നത്. വാക്കിന് വ്യവസ്ഥയില്ലായ്മ എന്നത് കോൺഗ്രസുകാരുടെ ജനിതക സ്വഭാവമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസുകാരോടൊരു ചോദ്യമുണ്ട്. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളുമില്ലേ? ബലാത്സംഗത്തിന് പുറമേ നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണുള്ളത്. 3 ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളും പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ രേഖകൾ, ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള സാമ്പിൾ, സാമ്പത്തിക ചൂഷണത്തിന് മറ്റുള്ള ഡിജിറ്റൽ തെളിവുകൾ എന്നിവയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത്.